പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിൻ്റെ 8ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 113-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു. സകലത്തിൻ്റെയും ഉടമസ്ഥനും സകലവും സൃഷ്ടിച്ചവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിക്കുവാൻ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും രാജകൊട്ടാരമല്ലായിരുന്നു. സാമ്പത്തികമായും തൊഴിൽപരമായും ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ദരിദ്ര കുടുംബത്തിലാണ് തനിക്ക് ജന്മമെടുക്കുവാൻ പ്രസാദം തോന്നിയത്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒരു പ്രാവശ്യം പോലും താൻ ദൈവമാണെന്നുള്ള ചിന്തയിൽ അഹങ്കരിക്കുകയോ തൻ്റെ താഴ്മയ്ക്ക് കോട്ടം വരുത്തുന്ന നിലയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ആ ക്രിസ്തുവിൻ്റെ നല്ല മാതൃക പിന്തുടരണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, അങ്ങനെ എളിയവരിൽ എളിയവനായി തീർന്ന നമ്മുടെ കർത്താവ് തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് തന്നെ ഏറ്റവും ഉയർത്തി മാനിപ്പാനിടയായി. കർത്താവിൻ്റെ ഈ മാതൃകയാണ് നമുക്ക് ആവശ്യം. ഈ കാലഘട്ടങ്ങളിലെ ദൈവമക്കൾ എന്ന് അവകാശം പറയുന്നവരുടെ മാതൃക കണ്ടാൽ അയ്യോ കഷ്ടം, മനുഷ്യൻ എത്ര നിസ്സാരനാണ്, എന്തിനാണ് അവന് പുകഴുവാനുള്ളത്? മനുഷ്യ ജീവിതത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ വെറും പൊടി മണ്ണായി മാറും. നമുക്കുണ്ടെന്ന് തോന്നുന്നതെല്ലാം അല്പകാലം കൊണ്ട് നമ്മുടേതല്ലായതയാകും. ആകയാൽ പ്രിയ ദൈവവൈതലേ, ഈ ഭൂമിയിൽ പ്രശംസിക്കുവാനും അഹങ്കരിക്കുവാനും നമുക്കൊന്നുമില്ല. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുതെന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. പ്രശംസ ആഗ്രഹിക്കുന്നവരും ഇന്ന് കുറവല്ല. ആമേൻ. അത് എൻ്റേതാണ്, എൻ്റെ സഭ, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ കാർ, എൻ്റെ മക്കൾ, എല്ലാത്തിലും ഞാനെന്ന ഭാവം സ്വയം നിഗളിക്കുന്ന ഈ മനുഷ്യന് ഒരു ക്യാൻസർ വന്നാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ. വിട്ട ശ്വാസത്തെ തിരികെ എടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യായുസ് അത്ര തന്നെ. ഇതൊന്നും ഓർക്കാതെ മനുഷ്യൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും കരുതുവാനും മനസ്സില്ലാതെ, സഹായിക്കുവാൻ മനസ്സില്ലാതെ, എല്ലാം ഞാൻ പിടിച്ചടക്കുമെന്നുള്ള ആവേശവും അഹങ്കാരവും കൊണ്ട് മനുഷ്യൻ ഓടുമ്പോൾ ഈ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. എസ്തേർ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൊർദെഖായിയുമായുള്ള ബന്ധം രാജാവിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ ഏതെങ്കിലും ഉന്നത ജോലി ലഭിക്കുമായിരുന്നു. എന്നാൽ ഒരു സാധാരണക്കാരുടെ കൂടെ കൊട്ടാരത്തിൻ്റെ പടിവാതിക്കൽ ഇരുന്ന മൊർദെഖായി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു പോന്നു. ദിവസങ്ങൾ പലതും കഴിഞ്ഞപ്പോൾ ദൈവം രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലിരുന്ന ദുഷ്ടനായ ഹാമാനെ തൂക്കിലേറ്റിക്കൊണ്ട് യഹൂദനായ മൊർദെഖായിയെ ദൈവം ഉന്നത പദവിയിലേക്ക് ഉയർത്തുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴുന്നവനെ ദൈവം പൊടിയിൽ നിന്നും ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പൊടിയിൽ നിന്നും ഉയർത്തുന്നത് മാത്രമല്ല, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പത്രോസ് ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. അത് മാത്രമല്ല, വിദ്യാഭ്യാസമില്ല, യാതൊന്നിലും പ്രശംസിക്കുവാൻ വകയില്ലാതിരുന്ന താൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നതിനും അവനെ പിൻപറ്റുന്നതിനും എപ്പോഴും മുൻപന്തിയിലായിരുന്നു. അങ്ങനെയുള്ള പത്രോസിന് ദൈവം ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചു. കർത്താവ് പത്രോസിനെ ഉയർത്തുവാനിടയായി.
എല്ലാവരേക്കാൾ ഉയർത്തുവാനിടയായി. ആകയാൽ പ്രിയ ദൈവവേദിയിലെ ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പുകഴുവാൻ ഒന്നുമില്ല, അഹങ്കരിപ്പാൻ ഒന്നുമില്ല. സാധുക്കളെ സഹായിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് ദൈവം നൽകുന്ന ആയുസ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി, വിശുദ്ധിയോടുകൂടി, വേർപാടോടുകൂടി നമുക്ക് നിൽപ്പാൻ ദൈവകൃപ നൽകട്ടെ. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. നാം നിലത്തോളം താഴണമോ? സ്വന്തം ഹാലിൽ ഉന്നതങ്ങളിൽ ഉയർത്തപ്പെടണമോ എന്ന് നാം ഈ പ്രഭാതം ഒന്ന് ചിന്തിക്കുക. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, തിരുവചനം കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്യും. ഞങ്ങളെ കർത്താവെ കഴിഞ്ഞ നാളുകളേക്കാൾ കഴിഞ്ഞ ആണ്ടുകളേക്കാൾ ഞങ്ങളെ ശ്രേഷ്ഠകരമായി ഉയർത്തിയതിനായി നന്ദി പറയും. ഞങ്ങളുടെ താഴ്ച ഞങ്ങളെ ഓർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാം നന്മകളെ തന്നു. ഞങ്ങൾക്ക് കർത്താവെ സ്തോത്രം, ആരോഗ്യം തന്നു, ആയുസ് തന്നു, വസ്ത്രം തന്നു, ആഹാരം തന്നു, എല്ലാ നന്മകളെ തന്നു ഞങ്ങളെ ഉയർത്തിയതിനായി സ്തോത്രം. ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന ദൈവകുമാരൻ കർത്താവെ, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്, മാനസികമായ നിരാശകളിലും ശാരീരികമായ ക്ലേശങ്ങളിലുമായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം മാനിച്ചുയർത്തണമേ, ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മഹത്വം പങ്കെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.